ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, കാവൽ മാലാഖമാരുടെ വണക്കമാസത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോവുക. ഒക്ടോബർ മാസം പരിശുദ്ധ ജപമാല ചൊല്ലി നമ്മുടെ വീടുകളിലും ദേവാലയങ്ങളിലും ജപമാലയുടെ മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഒപ്പം തന്നെ സഭ കാവൽ മാലാഖയ്ക്കും പ്രതിഷ്ഠിതമാണ് ഈ ഒക്ടോബർ മാസം നമുക്കറിയാം. അപ്പോൾ കാവൽ മാലാഖമാരുടെ വണക്കമാസ പ്രാർത്ഥനയിലൂടെ ഈ ദിവസങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മാലാഖമാരെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുക. പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സ്റ്റെല്ല മാരീസ് ഡെലിവറൻസ് മിനിസ്ട്രിയോട് ചേർന്നാണ് നിങ്ങൾ മുമ്പോട്ട് പോവുക. അനേകം ആളുകൾ മാലാഖമാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഒരുക്കുന്ന ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഭക്തിയോടെ പങ്കുചേരുന്നുണ്ട്. പുതിയ അറിവുകൾ മാലാഖമാരെ കുറിച്ച് മനസ്സിലാക്കിയാണ് നിങ്ങൾ ലഭിച്ചാണ് മുമ്പോട്ട് പോവുക. ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാലാഖമാർ ആരാണെന്നും ദൈവത്തെ സേവിക്കുന്ന മാലാഖമാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സന്ദേശവാഹന മാലാഖമാരെ കുറിച്ച് മനസ്സിലാക്കി. വീണ്ടും ദൈവത്താൽ അയക്കപ്പെട്ട് ദൈവമക്കളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മാലാഖമാരെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുക. ദൈവമക്കളായി നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് മാലാഖമാർ സഹായിക്കുന്നത്? ഒന്നാമതായി നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്നു, രണ്ട് നമ്മളെ വഴി നടത്തുന്നു. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ മനസ്സിലാക്കി. വഴിയൊരുക്കുന്നവരും വഴി നടത്തുന്നവരുമായ മാലാഖമാർ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വഴികളിൽ ജീവനെ കാത്തു പരിപാലിക്കുന്ന മാലാഖമാരെ കുറിച്ചാണ്. നമ്മുടെ ജീവനെയും കാത്തു പരിപാലിക്കാൻ, ജീവിതത്തിന് സംരക്ഷണം നൽകുവാൻ കർത്താവ് മാലാഖമാരെ അയച്ചിരിക്കുന്നു. വ്യക്തമായിട്ട് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് സങ്കീർത്തനം 91-ാം അധ്യായം. അതിൻ്റെ 11-12 വചനങ്ങൾ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കുവാൻ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലുമേ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. കരങ്ങളിൽ താങ്ങിക്കൊണ്ടു പോകുന്ന മാലാഖമാരെ സങ്കീർത്തനം 91-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ അവിടെ കാണുകയാണ്, നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കുവാൻ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. ദൈവമക്കളെ സഹായിക്കുവാനും അവൻ്റെ ജീവിതത്തിൽ സംരക്ഷണം നൽകുവാൻ, ജീവനെ കാത്തു പരിപാലിക്കുവാൻ കർത്താവ് മാലാഖയോട് കൽപ്പിച്ചിരിക്കുന്നു. നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. കൂടെ നടന്നുകൊണ്ട് ഒരു കല്ലിലും തട്ടാതെ വീഴാതെ ജീവിതത്തിൽ വീണു പോകാതെ മാലാഖ കൂടെ നടക്കുകയാണ്. ദൈവത്താൽ അയക്കപ്പെട്ട്, ദൈവത്തിൻ്റെ കൽപ്പനയാൽ അയക്കപ്പെട്ട് മാലാഖ കൂടെ നടക്കുകയാണ്. സങ്കീർത്തനം 34-ാം അധ്യായം 7-ാം വചനത്തിൽ കാണുന്നുണ്ട്, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ കാത്തു പരിപാലിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് കോട്ട കെട്ടിക്കൊണ്ട് ദൈവമക്കളുടെ ചുറ്റും, ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് കോട്ട കെട്ടിക്കൊണ്ട് കൂടെ നടക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ജീവനെ കാത്തു പരിപാലിക്കുന്നവരാണ് മാലാഖമാർ. നമ്മുടെ ജീവനെ എപ്പോഴും കാത്തു പരിപാലിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന് സംരക്ഷണം നൽകുക, എപ്പോഴും നമ്മളെക്കുറിച്ച് ഒരു താല്പര്യം പുലർത്തുവാൻ കർത്താവ് മാലാഖമാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാവൽ മാലാഖയോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. അപകടകരവും ക്ലേശകരവുമായ ജീവിതത്തിൽ സഹായമരുളുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട കാവൽ മാലാഖയോട് നമ്മൾ പ്രാർത്ഥിക്കുക. മാലാഖ വൃന്ദങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ജീവനെ കാത്തു പരിപാലിക്കാൻ. എപ്പോഴും കൂടെ നടന്ന് വീണു പോകാതെ, അപകടത്തിൽപ്പെടാതെ മാലാഖ കാത്തു പരിപാലിക്കുന്നു. പലപ്പോഴും വീഴാൻ പോകുമ്പോൾ ആരോ പിടിച്ചു നിർത്തിയതുപോലെ, വാഹനം ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഉറക്കം വന്ന് ഉറക്കത്തിലേക്ക് വഴുതി പോകുമ്പോൾ ആരോ പിടിച്ച് നമ്മൾ എണീറ്റതുപോലെ, ബോധം വന്ന് എണീറ്റതുപോലെ, ഇഴജന്തുവിനെയോ വല്ലോ ചവിട്ടാൻ വേണ്ടി കടന്നു പോകുമ്പോൾ ആരോ കാല് തട്ടുമാറ്റിയതുപോലെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാവാം. അപകടത്തിൽ നിന്നും കാത്തു പരിപാലിക്കുന്ന, ജീവനെ കാത്തു പരിപാലിക്കുന്ന മാലാഖ. ഹെബ്രായ ലേഖനം 1:14, രക്ഷയുടെ അവകാശികളായിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അയച്ചിരിക്കുന്ന സേവാത്മാക്കളാണല്ലോ മാലാഖമാർ. രക്ഷയുടെ അവകാശികളായ ദൈവമക്കൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട സേവകരാണ് മാലാഖമാർ. നമ്മെ സേവിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട മാലാഖമാരെയാണ് നമ്മൾ കണ്ടുമുട്ടുക, വചനത്തിൽ കണ്ടുമുട്ടുക. നമ്മളെ സഹായിക്കുന്നവർ, കാത്തു പരിപാലിക്കുന്നവർ, ജീവനെ കാത്തു പരിപാലിക്കുന്ന മാലാഖമാർ, നമ്മുടെ കൂടെ ജീവിതത്തിൽ സംരക്ഷണം നൽകുന്ന മാലാഖമാരെ. അവരോട് ഭക്തിയുള്ളവരായിരിക്കാം, അവരോട് തീക്ഷ്ണതയുള്ളവരായിരിക്കാം. കൂടെ മാലാഖയുണ്ട് എന്ന്, മാലാഖയുടെ ചിറകിൻ്റെ കീഴിലാണ്, ആ സംരക്ഷണയിലാണ്, ദൈവത്താൽ അയക്കപ്പെട്ടതാണ്. ആ ബോധ്യത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവിൻ്റെ കൃപ നമ്മളിലുണ്ടാകട്ടെ. മാലാഖമാരുടെ സംരക്ഷണം, പാപം ചെയ്യുമ്പോൾ ഈ മാലാഖ വേദനിച്ച് പിന്മാറുകയും മാലാഖയുടെ സംരക്ഷണം നമ്മൾ നകന്നു മാറുകയും, അപ്പോഴാണ് പലപ്പോഴും ആപത്തുകളിലേക്കും അപകടങ്ങളിലേക്കും നമ്മൾ ചെന്നുപെടുക. തെറ്റായ ജീവിതത്തിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ ജീവിതം എഴുതി പോകുന്നത്, വീണു പോകുന്നത് ഈ മാലാഖയുടെ സംരക്ഷണം നഷ്ടപ്പെടുത്തുമ്പോഴാണ്, നമ്മുടെ പാപം മൂലം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ്. ഇനിയൊരിക്കലും കൃപ നഷ്ടപ്പെടുത്താതെ, മാലാഖയെ വേദനിപ്പിക്കാതെ, ജീവനെ കാത്തു പരിപാലിക്കുന്ന മാലാഖയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ, കാവൽ മാലാഖയുടെ വണക്കവാസ പ്രാർത്ഥനയിൽ ഭക്തിയോടെ നമുക്ക് പങ്കുചേരാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.